26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്ത് മുട്ട, മത്സ്യം, മാംസം എന്നിവയുടെ വിലക്കയറ്റം രൂക്ഷമാവുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വില ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തി നിൽക്കുകയാണ്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നോൺ വെജ് ഭക്ഷണങ്ങൾക്ക് ഹോട്ടലുകാർ വില കൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാനത്ത് കോഴിയിറച്ചി, മുട്ട, മീൻ വിപണികളിൽ വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. ഇതോടെ നോൺ വെജ് പ്രേമികൾക്ക് വിലക്കയറ്റം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വില ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എത്തി നിൽക്കുന്നത്. വിലക്കയറ്റം സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ കുടുംബ ബജറ്റിനെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട്. കോഴിത്തീറ്റയുടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചതിനെ തുടർന്നാണ് കോഴിവില കുത്തനെ ഉയർന്നിട്ടുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കിലോയ്ക്ക് 80 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 കിലോ കോഴിയിറച്ചിയുടെ വില 300 രൂപയോടടുത്തു. കോഴിയിറച്ചിക്കൊപ്പം മുട്ട വിലയും ഉയർന്ന് ഒന്നിന് 8.5 രൂപയിലെത്തി നിൽക്കുകയാണ്. മൊത്തവ്യാപാര വിപണിയിൽ മുട്ട ഒന്നിന് 8 രൂപയാണ് വിലയെങ്കിൽ ചില്ലറ വിപണിയിലെത്തുമ്പോൾ ഇത് 8.5 രൂപ മുതൽ 9 രൂപ വരെയായി മാറുന്നുണ്ട്. 3 ദിവസം മുൻപ് വരെ 7 മുതൽ 7.5 രൂപ വരെയായിരുന്നു ഒരു മുട്ടയുടെ വില. കോഴിക്ക് പിന്നാലെ പോത്തിറച്ചി വിലയും കുതിച്ചുയരുന്നുണ്ട്. നിലവിൽ വിവിധ ജില്ലകളിൽ 450 മുതൽ 500 രൂപ വരെയാണ് ബീഫിന്റെ വില. ചിലയിടങ്ങളിൽ ഇത് 510 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം നിലവിലുള്ളതിനാലും കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതിനാലും മലയാളികളുടെ പ്രിയപ്പെട്ട മത്തി ഉൾപ്പെടെയുള്ള കടൽ മത്സ്യങ്ങൾക്കും വിപണിയിൽ വൻ വിലക്കയറ്റമാണ് ദൃശ്യമാവുന്നത്. വിപണിയിൽ പ്രതീക്ഷിച്ച നിരക്കിൽ കോഴികളുടെ വളർച്ചയുണ്ടാകാത്തതാണ് വില പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. മാത്രമല്ല, കർണാടകയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് വൻതോതിൽ കോഴികളെ കയറ്റി അയക്കുന്നതും പ്രാദേശിക വിപണിയിൽ വിതരണം കുറയാൻ കാരണമായിട്ടുണ്ട്. ആവശ്യത്തിന് കോഴികൾ മാർക്കറ്റിൽ എത്താതായതോടെ വില ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. വില ഇത്തരത്തിൽ കുതിച്ചുയർന്നതോടെ ഉപഭോക്താക്കൾ വാങ്ങുന്നതിലും വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് 2 കിലോ ചിക്കൻ വാങ്ങിയിരുന്നവർ ഇപ്പോൾ 1 കിലോയൊക്കെ മാത്രമാണ് വാങ്ങുന്നതെന്നും പലയിടങ്ങളിലും കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഇറച്ചിയുടെയും മുട്ടയുടെയും മത്സ്യത്തിന്റെയും ഒക്കെ വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നോൺ വെജ് ഭക്ഷണങ്ങൾക്ക് ഹോട്ടലുകാർ വില കൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. LPG ക്ഷാമം രൂക്ഷമായ സമയം ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച പല ഹോട്ടലുകളും ഇപ്പോൾ വില കുറച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും വില വർദ്ധിപ്പിച്ചാൽ അത് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാവും. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.